ഇന്റർസ്റ്റെല്ലർ. ഈ സിനിമ പേര് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ, ക്രിസ്റ്റഫർ നോളൻ. അതെ, ഇന്ന് കോസ്റ്റൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോടിക്കണക്കിന് US$ നേടിക്കൂട്ടിയിട്ടുള്ള തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ക്രിസ്റ്റഫർ ജൊനാഥൻ ജെയിംസ് നോളനെ കുറിച്ചാണ്. 1970 ജൂലൈ 30 ഇംഗ്ലണ്ടിലാണ് ക്രിസ്റ്റഫർ നോളൻ ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ബ്രണ്ടൻ നോളൻ എന്നാണ്. അച്ഛന്റെ ജോലി എന്ന് പറയുന്നത് പരസ്യത്തിന്റെ പകർപ്പെഴുത്തായിരുന്നു. അമ്മ ക്രിസ്റ്റീന ഒരു എയർ ഹോസ്റ്റസും ആയിരുന്നു. ചിക്കാഗോയിലും ലണ്ടനിലുമായിരുന്നു ക്രിസ്റ്റഫർ നോളന്റെ ബാല്യകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 രാജ്യങ്ങളുടെയും പൗരത്വം ക്രിസ്റ്റഫർ നോളനുണ്ട്. ക്രിസ്റ്റഫർ നോളൻ തന്റെ 7ാം വയസ്സിൽ അച്ഛന്റെ സൂപ്പർ 8 ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിരുന്നു. ക്രിസ്റ്റഫർ നോളൻ തന്റെ 11ാം വയസ്സിൽ ഒരു പ്രൊഫഷണൽ ഫിലിം മേക്കർ ആകാൻ തീരുമാനിച്ചിരുന്നു. തുടർന്ന് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ചേരുകയാണ്. അവിടെ വെച്ചാണ് എമ്മ തോമസിനെ ഇദ്ദേഹം കണ്ടുമുട്ടുന്നത്. തുടർന്ന് ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. 1997 മുതൽ അദ്ദേഹത്തിന്റെ എല്ലാ ഫിലിംസിലും ഒരു നിർമ്മാതാവായിട്ട് എമ്മയും കൂടെ നിന്നിട്ടുണ്ട്. തുടക്കകാലങ്ങളിലെ ക്രിസ്റ്റഫർ നോളൻ തന്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിരുന്നത് ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അതിനുള്ള ബഡ്ജറ്റ്, അതായത് അതിനുള്ള പണം സമ്പാദിച്ചിരുന്നത് തന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന്, സഹോദരങ്ങളുടെ കയ്യിൽ നിന്നും, ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും ഒക്കെ ആയിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ചില വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഡോക്യുമെന്ററി ചെയ്യുന്ന ജോലി ക്രിസ്റ്റഫർ നോളന് കിട്ടുകയാണ്. പക്ഷെ അതിലൊന്നും തന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവ് കൊണ്ടുവരാൻ സാധിക്കാതിരുന്നതിനാല് ക്രിസ്റ്റഫർ നോളൻ ഈ ജോലി വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ താൻ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നും മറ്റുമൊക്കെ കളക്ട് ചെയ്ത പൈസ വെച്ചിട്ട് തന്റെ 28ാം വയസ്സിൽ $6500 കൊണ്ട് ഫോളോയിങ് എന്ന ഫിലിം പുറത്തു വരികയാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവും ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ചിത്രവുമായിരുന്നു. എന്നാൽ മുടക്കിയ തുകയിൽ നിന്നും ഇരട്ടി പൈസയാണ് ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം കിട്ടിയത്. ആ കാലങ്ങളിൽ ഇറങ്ങിയ സയന്റിഫിക് ഫിക്ഷൻ സിനിമകളുടെ ഇടയിൽ തന്റേതായിട്ടുള്ള ഒരു ശൈലിയും വ്യത്യസ്തതയും രേഖപ്പെടുത്താനായിട്ട് വെറും $6500 കുറഞ്ഞ ബഡ്ജറ്റിൽ ഇറക്കിയ ഫോളോയിങ് എന്ന ചിത്രത്തിന് സാധിച്ചു. ആ സമയത്ത് ഇറങ്ങിയ സയന്റിഫിക് ഫിക്ഷൻ സിനിമകളുടെ ഇടയിൽ തന്റേതായിട്ടുള്ള ഒരു ശൈലി രേഖപ്പെടുത്താനായിട്ട് വെറും $6500 മുതൽ മുടക്കിൽ ഇറക്കിയ ക്രിസ്റ്റഫർ നോളന്റെ ഫോളോയിങ് എന്ന സിനിമയ്ക്ക് സാധിച്ചു. തുടർന്ന് 2000 റിലീസ് ചെയ്ത മെമന്റോ എന്ന ചിത്രത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. ഈ ഫിലിം അക്കാഡമിക് അവാർഡ് ഫോർ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേയിൽ നോമിനേറ്റഡ് ആവുകയും ചെയ്തു. ഈ ഫിലിം എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ഒരു ഫിലിമാണ്. സോ ഈ സിനിമയുടെ കഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ സിനിമ ഒന്നുകൂടെ കാണേണ്ടി വരും. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ സിനിമയുടെ ക്ലൈമാക്സിലുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. മെമന്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സിനിമ കണ്ടവർക്കറിയാം, അതിലെ ഷോർട്ട് ടേം മെമ്മറി ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഫിലിമിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു തമിഴ് ഫിലിമാണ് ഗജനി. പക്ഷെ ഈ ഗജനി എന്ന് പറയുന്ന മൂവി ഒരിക്കലും മെമന്റോയുടെ ഒരു കോപ്പി അല്ല. തുടർന്ന് 2002 ഇറങ്ങിയ ഇൻസോംനിയയിലൂടെ ഇദ്ദേഹം സ്വതന്ത്ര സിനിമ മേക്കിങ്ങിൽ നിന്ന് സ്റ്റുഡിയോ ഫിലിം മേക്കിങ്ങിലേക്ക് മാറുകയാണ്. ഈ ഇൻസോംനിയ എന്ന് പറയുന്ന മൂവി എന്ന് പറയുന്നത് വാർണർ ബ്രദേഴ്സിന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്ത ഒരു മൂവിയാണ്. തുടർന്ന് ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാർണർ ബ്രദേഴ്സ് ക്രിസ്റ്റഫർ നോളനെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ ക്രിസ്റ്റഫർ നോളൻ അവരോട് പറഞ്ഞ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഡയറക്ടറും പറയാൻ പേടിക്കുന്ന കുറെ ഡിമാൻഡ്സ് ആയിരുന്നു ക്രിസ്റ്റഫർ നോളൻ വാർണർ ബ്രദേഴ്സിനോട് പറഞ്ഞത്. ആ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, ഫുള്ളും സെറ്റ് ഇടണം, അതുമാത്രമല്ലാണ്ട് ഗ്രാഫിക്സ് യൂസ് ചെയ്യാൻ പാടില്ല, തന്റെ ഇഷ്ടത്തിനൊത്ത് മാത്രമേ താൻ സിനിമ ചെയ്യുകയുള്ളൂ എന്ന് ക്രിസ്റ്റഫർ നോളൻ വാർണർ ബ്രദേഴ്സിനോട് പറയുകയാണ്. അങ്ങനെ വാർണർ ബ്രദേഴ്സ് ഈ ഡിമാൻഡ്സിനൊക്കെ ഒപ്പുവയ്ക്കുകയാണ്. തുടർന്ന് 2005 മുതൽ 2012 വരെ ദ ഡാർക്ക് നൈറ്റ് ട്രയോളജിയിലൂടെ നിരവധി കൊമേഴ്ഷ്യൽ വിജയങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. 2006 ദി പ്രസ്റ്റീജും 2010 ഇൻസെപ്ഷൻ തുടങ്ങിയ വമ്പൻ ഹിറ്റുകൾ റിലീസാവുകയാണ്. ഈ ഇൻസെപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2001 തിരക്കഥ പൂർത്തിയാക്കിയിട്ട് 2010 റിലീസ് ചെയ്ത സിനിമയാണ് ഇൻസെപ്ഷൻ. ഹൊറർ ചിത്രമായിട്ട് പ്ലാൻ ചെയ്ത ദ ഇൻസെപ്ഷൻ എന്ന മൂവി 9 വർഷത്തെ തിരുത്തലുകളിന് ശേഷം ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ട് പുറത്തിറങ്ങിയാണ്. സ്വപ്നങ്ങൾക്കുള്ളിലെ സ്വപ്നം എന്നാണ് ഇൻസെപ്ഷൻ മൂവി അറിയപ്പെടുന്നത്. വ്യൂവേഴ്സിനെ ഒരു സിനിമാറ്റിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആക്കിയിട്ട് അതിനകത്തു നിന്നുള്ള മെസ്സേജ് അൺറിവീൽ ചെയ്യാനായിട്ടാണ് ക്രിസ്റ്റഫർ നോളൻ പറയുന്നത്. $820 മില്യൺ ആണ് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ വാരിക്കൂട്ടിയിട്ടുള്ളത്. ക്രിസ്റ്റഫർ നോളന് ഓസ്കാർ നോമിനേഷൻ നേടിക്കൊടുത്ത ഒരു സിനിമ കൂടിയാണ്. തുടർന്ന് 2014 ഇന്റർസ്റ്റെല്ലർ പുറത്തിറങ്ങിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇന്റർസ്റ്റെല്ലർ മൂവി എത്ര ഹൈപ്പിലുള്ളതാണ്.
തുടർന്ന് 2017 ഡൺകിർക്ക്, 2020 ടെനറ്റ് തുടങ്ങിയ മൂവീസ് റിലീസ് ആവുകയാണ്. ഒരു യുദ്ധ നാടകമായിട്ടുള്ള ഡൺകിർക്ക് മികച്ച സംവിധായകനുള്ള 2 അക്കാഡമിക് നോമിനേഷൻസ് ആണ് ക്രിസ്റ്റഫർ നോളന് നേടിക്കൊടുത്തത്. ദീർഘകാല വിതരണക്കാരായിട്ടുള്ള വാർണർ ബ്രദേഴ്സ് പിക്ചേഴ്സുമായിട്ടുള്ള വേർപിരിയലിന് ശേഷം 2023 യൂണിവേഴ്സൽ പിക്ചേഴ്സുമായിട്ട് ഇദ്ദേഹം കരാർ ഒപ്പുവയ്ക്കുകയാണ്. ഇന്ന് നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിക്കൂട്ടിയിട്ടുള്ള സിനിമയായിട്ടുള്ള ഓപ്പൺഹൈമർ 2023 റിലീസ് ആവുകയും ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ ഓരോ വർക്കും എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ ഔട്ട്ലുക്ക് ഉള്ളവയാണ്. ക്രിസ്റ്റഫർ നോളൻ ഇതുവരെയും ഒരു ഫിലിം സ്കൂളിലും പോയി പഠിച്ചിട്ടില്ല. തന്റെ സഹോദരനായിട്ടുള്ള ജൊനാഥൻ നോളനുമായി ചേർന്നാണ് ഇദ്ദേഹം മിക്ക തിരക്കഥകളും എഴുതിയിട്ടുള്ളത്. സിനിമയുടെ ക്ലൈമാക്സ് തുടക്കത്തിലും ടൈറ്റിൽ അവസാനം എഴുതി കാണിക്കുന്ന ഇദ്ദേഹത്തിന്റെ മിക്ക ഫിലിംസും എത്തിക്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ടൈം, പേഴ്സണൽ ഐഡന്റിറ്റി, മെമ്മറി തുടങ്ങി നിരവധി ഘടകങ്ങൾ ചേർന്നതാണ്. ക്രിസ്റ്റഫർ നോളനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.